കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിൽ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ എന്ന് ദൈവം ആഹ്വാനം ചെയ്തു. സന്താനപുഷ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, പദ്ധതിയാണ്. ദൈവഹിതപ്രകാരമുള്ള ഒരു അനുഗ്രഹീത കുടുംബത്തെ ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. കൊച്ചുകൂട്ടുകാർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കുടുംബം. ഇനി മറിയാമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ 9 പിള്ളേരെ ഒരുക്കി രാവിലെ പള്ളിയിൽ വരണമെങ്കിൽ കുറെ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. എടി ചിന്നമ്മേ, നീ പറഞ്ഞത് ശരിയാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഞായറാഴ്ച രാവിലെ കുടുംബസമേതം വന്ന് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും അതൊന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പിന്നെ നീ പറയുന്നത് പോലെ വലിയ ആനന്ദമൊന്നും ഞാൻ കണ്ടില്ല. പണ്ട് അപ്പന്റെ കാലം തൊട്ട് കുഞ്ഞുനാളിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വന്നിരുന്നു. അത് ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രം. എടി, കുർബാന ഒരു അനുഭവം ആകണമെങ്കിൽ പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. പിന്നെ അതിനൊക്കെ എവിടെയാ സമയം കിടക്കുന്നത് എന്നറിഞ്ഞില്ല. എന്റെ സംശയം അതല്ല, ഈ 9 മക്കളെയും വെച്ച് നിനക്ക് ഈ പ്രാർത്ഥനയ്ക്ക് എവിടെ നിന്നാ സമയം കിട്ടുന്നത് എന്നാ എനിക്ക് മനസ്സിലാവാത്ത. ആഗ്രഹിച്ചാൽ പ്രാർത്ഥിക്കാനും ആത്മീയമായി വളരാനും ദൈവം നിന്നെ സഹായിക്കും. അതെനിക്കൊക്കെ അറിയാമേ. നിങ്ങൾ മക്കളെയൊക്കെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? 9 കുഞ്ഞുങ്ങൾ, അതല്പം കൂടിപ്പോയി. കൂലിപ്പണിക്കാരനായ നിന്റെ ഭർത്താവിന് നിങ്ങളുടെ ജീവിത ചെലവ് താങ്ങാൻ കഴിയുമോ? ബൈബിളിൽ എന്നാ പറയുന്നത്? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണെന്നല്ലേ. കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ ആണെങ്കിലും ജീവിതത്തിൽ എനിക്കൊരു തൃപ്തിയുണ്ട്. പിന്നെ മക്കളുടെ കാര്യം, കർത്താവിൻ്റെ ദാനമാണ് മക്കള്, ഉദരഫലം ഒരു സമ്മാനവും. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് പിടിപ്പത് പണിയുണ്ട്. ഞാൻ പോവാ. ചാക്കോച്ച, കുറച്ച് നാളായി ഇടവകയിലെ എല്ലാ വീടുകളും ഒന്ന് സന്ദർശിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് ചാക്കോച്ചൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റിയത്. ജോസച്ചാ, പറഞ്ഞിട്ട് വരാമായിരുന്നല്ലോ. എന്തെങ്കിലും കാപ്പി ഒരുക്കാമായിരുന്നു. ഈ മലയുടെ മുകളിലേക്ക് വണ്ടി എത്തുകയില്ലല്ലോ. 5 കിലോമീറ്റർ കുന്നു കയറി എത്താൻ കഴിയുമോ എന്ന സംശയമായിരുന്നു. അതുകൊണ്ടാണ് അറിയിക്കാതിരുന്നത്. അച്ഛാ, കാപ്പി എടുത്തിട്ടുണ്ട്, പക്ഷേ പഞ്ചസാരയില്ല. പിന്നെ കാച്ചിൽ പുഴുങ്ങിയതും കാന്താരി അരച്ചതുമുണ്ട്. കുറച്ച് എടുക്കട്ടെ അച്ഛാ? പഞ്ചസാര വേണ്ട മറിയാമേ, നോമ്പ് തുടങ്ങിയല്ലോ. അല്പം പരിത്യാഗ പ്രവൃത്തിയൊക്കെ ആകട്ടെ. കാച്ചിലും കാന്താരി മുളക് അരച്ചതും നല്ല ചേർച്ചയാ. കഴിച്ചിട്ട് കുറേ നാളായി. ആട്ടെ, മക്കളൊക്കെ എന്തിയേ? ഇത്രയും വലിയ കുടുംബം നോക്കി നടത്താൻ നിന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? ശരിയാണച്ചോ, 9 മക്കളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഈ കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമേ ഉള്ളൂ. നല്ല ഞെരുക്കമുണ്ട്. എങ്കിലും സാരമില്ലച്ചോ, ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുന്നേറുന്നു. ആട്ടെ, മക്കളുടെ പഠിത്തമൊക്കെ എവിടം വരെ ആയി? മൂത്തവള് 12 കഴിഞ്ഞു. ദൈവാനുഗ്രഹത്താൽ മക്കളെല്ലാം പഠിക്കാൻ നല്ല സമർത്ഥരാ. പാട്ടിനും ഡാൻസിനും എല്ലാം അവർ മുൻപന്തിയിലാണച്ചോ. മൂത്തവക്ക് കന്യാസ്ത്രീ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പഠിച്ചൊരു ജോലിയൊക്കെ ആയെങ്കിൽ അപ്പനൊരാശ്വാസമായേനെന്ന് വിചാരിക്കാതിരുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പി വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവളെ തടയാൻ ഞാൻ ആളല്ലച്ചോ. നിങ്ങളുടെ കുടുംബം ഈ ഇടവകയ്ക്ക് ഒരു മാതൃകയാണ്. മറിയാമേ, അടുത്ത ആഴ്ച നമ്മുടെ പള്ളിയിൽ നടക്കുന്ന തോമാസ് ലീഹായുടെ തിരുനാളിന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു നാടോടി നൃത്തം തീർച്ചയായും ഉണ്ടാകണം. എല്ലാം അച്ഛൻ്റെ ഇഷ്ടം. എന്നാൽ ശരി, സമയമേറെ വൈകി. അപ്പോൾ ഇനി നമുക്ക് പെരുന്നാളിന് കാണാം. Safe in the Savior's hands.
യേശുവിന്റെ ശിഷ്യൻ നീ ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. യേശുവിന്റെ ശിഷ്യൻ നീ ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. ഈശ്വര ചൈതന്യമേ നമോ നമഃ. ഓം ഈശ്വര കാരുണ്യമേ നമോ നമഃ. ഈശ്വര മാഹാത്മ്യമേ നമോ നമഃ. നമോ 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 നമഃ. ധീരതയോടെ നാം ഉണരുക ജനമേ, ക്രിസ്തുവിൻ സാക്ഷികളായി പോവുകയെങ്ങും. ധീരതയോടെ നാം ഉണരുക ജനമേ, ക്രിസ്തുവിൻ സാക്ഷികളായി പോവുകയെങ്ങും. നെഞ്ചിൽ കത്തും വിശ്വാസത്തിൽ ദീപം ഏന്തി പോകാം ഒന്നായി. ഏഹവചസ്സുമായി കൊച്ചു ത്രേസ്യയും സഹനത്തിൻ ശക്തിയായി അൽഫോൻസാമയും വിശ്വാസ കോട്ടയായി തോമാശ്ലീഹയും ഫ്രാൻസിസ് സേവ്യറിൻ കർമ്മപാതയും നീലേ.